റിഫ്റ്റ് വാലിയിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ നദി നർമ്മദ. സൂര്യൻ ഭൂമധ്യരേഖ മുറിച്ചു കടക്കുന്നത് എപ്പോഴൊക്കെയാണ്? മാർച്ച് മുതൽ സെപ്റ്റംബർ വരെ. ഏഷ്യയിലെ ആദ്യ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് സ്ഥാപിതമായത് എവിടെ? തെന്മല. ഇൻ്റർനാഷണൽ വാട്ടർ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കൊളംബോ. കിലയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെ? തൃശ്ശൂർ. ആര്യന്മാർ പുണ്യനദിയായി പരിഗണിച്ചിരുന്നത് ഏതിനെ? സരസ്വതി നദിയെ. പ്രസിദ്ധമായ തിരുനെല്ലി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ബ്രഹ്മഗിരി. താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി ലൂണി. ആനമുടിയുടെ ഉയരം 2695 കിലോമീറ്റർ. IRV 2020 പ്രോഗ്രാം ഏതിൻ്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഒറ്റക്കമ്പൻ കാണ്ടാമൃഗം. സർദാർ സരോവർ പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഗുജറാത്ത്. സെൻസസിൻ്റെ ചുമതല വഹിക്കുന്ന വകുപ്പ്? ആഭ്യന്തര വകുപ്പ്. തെലങ്കാന സംസ്ഥാനം രൂപീകൃതമായത് എന്ന്? 2014 ജൂൺ 2. പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കസ്തൂരി റിപ്പോർട്ടിൽ കസ്തൂരി രംഗൻ റിപ്പോർട്ടർ സമർപ്പിച്ചത് ഏത് വർഷമാണ്? 2013. ഏറ്റവും കുറഞ്ഞ വനഭൂമിയുള്ള ഇന്ത്യൻ സംസ്ഥാനം? പഞ്ചാബ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല? കോഴിക്കോട്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല? കാസർഗോഡ്. സത്യമംഗലം കടുവ സങ്കേതം ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട്.